Good morning. എല്ലാ മലയാളികൾക്കും വീണ്ടും എൻ്റെ നമസ്കാരം. ഓക്കെ, സോ ഇന്ന് നമ്മൾ നമ്മുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന ഫ്യൂച്ചർ, ഇമീഡിയറ്റ് ഫ്യൂച്ചർ, കറണ്ട് അല്ല, ഇമീഡിയറ്റ് ഫ്യൂച്ചർ അതെങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പ്രോപ്പർട്ടീസ് അല്ല വയ്ക്കുന്നത്, ഡിഫറെൻറ്റ് കാർഡ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അർക്കാനം ഇതൊരു കാർഡ്, ഒരു പൈല്, ഇതൊരു പൈലായിട്ട് എടുക്കുക. അർക്കാനം കാർഡ്സ്. ഓക്കെ, ദെൻ അർക്കാനം ഇത് തന്നെയാണ് അർക്കാനം. ഓക്കെ, യു ക്യാൻ സേ ദാറ്റ് Tarot of Dreams. Tarot of Dreams. Again, Tarot of Dreams. Okay. And then, Gilded Tarot. Gilded Tarot. Cards. This is the card. Okay. So, Gilded, Tarot of Dreams, and Arcanum, the first one. Okay, first, second, third. Okay. So, again, I can put it together. എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കാം. സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്രയും കൂടെ എളുപ്പമുണ്ടാവും. ഓക്കെ, now you can say, you can select one of these. Okay, ask your intuition. All right. Okay, ആർക്കാനം കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക്, അതായത് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളവരുടെ റീഡിംഗ് ആണ് ആർക്കാനം. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ, ദ ഫയർ, ദ എയർ, ദ എർത്ത്, ദ വാട്ടർ ആൻഡ് ദ സ്പേസ് എനർജീസ് ഓഫ് ദ യൂണിവേഴ്സ്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഓഫ് ആർക്കാനം ടാരോ കാർഡ്. സെലക്ടഡ് ടാരോ കാർഡ്. Immediate future. Immediate future of Arcanum card by selected people who will place. All right. Oh. Okay. Okay. So, Arcanum card select ചെയ്തിട്ടുള്ളവരുടെ റീഡിംഗ് ആണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ യു ഗോയിങ് ടു ഫെയിൽ. എനിക്കിതിനകത്ത് രണ്ട് സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് നിങ്ങളുടെ ധനപരമായിട്ടുള്ളതും
ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ ലവ് അഫെയറിനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്നോ ഫാമിലിന്നോ ഹസ്ബൻഡിന്നോ ഏത് രീതിയിലുള്ള ആളായാലും ആ ഒരു രീതിയിലുള്ള ഇതാണ് എനിക്കിവിടെ കാണാൻ പറ്റും. 2 കാര്യം. അതിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ, ഇമീഡിയറ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ വളരെയധികം സ്റ്റക്ക് ആവാൻ പോകുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു സ്റ്റക്കിങ് എനർജി, പാസ്റ്റിലുണ്ടായിരുന്ന സ്റ്റക്കിങ് എനർജിയുടെ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അതൊരു ഫിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറേ കാലങ്ങളായിട്ട് ഒരു ഫിയർ ആയിട്ട്, ഒരു സ്കെയർ ആയിട്ട്, ഒരു ഭയമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടുക. അതായത് മീൻസ് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയമാണ്. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സ്റ്റക്കിങ് എനർജിയും ഈ ഒരു അതായത് 8 of Swords 9 of Swords ടുഗെദർ വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണെന്നുള്ളൊരവസ്ഥ. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാവണം, പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വന്ന ഒരു ഭയം ഉണ്ടാവും. എന്തുകൊണ്ടോ ഒരു ഭയം, പല കാരണങ്ങളുണ്ടാവും. ഓക്കെ, പല കാരണങ്ങൾക്കുണ്ട് ഒരു ഭയം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളത് അറിയാനായിട്ട് പോവാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളത് നിങ്ങളുടെ ഒരു എനർജിയിൽ അത് ഫീൽ ചെയ്യാനായിട്ട് പോവാണ്, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടാവണം ഓൾറെഡി. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എനർജി വരുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു പുതിയ ഓഫർ, ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെന്ന് ചിന്തിക്കണമെങ്കിൽ ഒരു പുതിയ ഓഫർ, നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാനായിട്ട് കൺമുമ്പിലേക്ക് വരികയായിരിക്കും. വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആലോചിച്ചിട്ടുള്ള ഭയം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവാം. ഓക്കെ, ഇത് ലവ് അഫെയറിൻ്റെ സിറ്റുവേഷനിലാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മുന്നേ അറിയായിരുന്ന അല്ലെങ്കിൽ അറിയാമായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങൾക്ക് നല്ല സ്നേഹം ഉണ്ടായിരുന്നുണ്ടാവും, നിങ്ങളത് ഒരു തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വിചാരിച്ചുകൊണ്ടിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് വളരെ സ്നേഹം ഉണ്ടാവും. പക്ഷേ ഈ വ്യക്തിക്ക് ഒരു പ്രോബ്ലം ഉള്ളത്, ഈ വ്യക്തിക്ക് ഒരു കമ്പാഷനേറ്റ് മൈൻഡ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വില എന്താണെന്ന് ഈ വ്യക്തിക്ക് അറിയില്ല. നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ വളരെ റൂഡായിട്ട് പെരുമാറും, വളരെ റൂഡായിട്ട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഈ വ്യക്തിയോടുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിലും അവർ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഭയം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബിക്കോസ് ദർ ഈസ് നോ കമ്പാഷൻ. പിന്നെ ഇതിനകത്ത് വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ന്യൂസ്, ദർ ഈസ് എ റിയാലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാണ്. എന്താണ് റിയാലിറ്റി? നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്തിരുന്ന സ്റ്റക്കായിട്ടുള്ള എനർജി ഒരു ചേഞ്ചിങ് ഫോമിൽ വന്നിട്ട് ഇപ്പം അതൊരു കിങ് ഓഫ് കപ്സ് ആയി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറും എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ. കിങ് ഓഫ് കപ്സ് ആയിട്ട് വരും എന്നുള്ള ഒരു അറിവ് ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാണ്. ഈ വ്യക്തിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ അറിയാനൊരു സാധ്യത നിങ്ങൾക്ക് ഈ റീസെന്റ് ഫ്യൂച്ചറിൽ ഉണ്ടാവും. അങ്ങനെ കിങ് ഓഫ് കപ്സും കിങ് ഓഫ് സോർഡ്സും തമ്മിൽ വളരെയധികം ഡിഫറെൻ്റ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെയധികം നേർച്ചറിങ് കെയറിങ് ആയിട്ടുള്ള ഒരു കിങ്ങാണ്, ഒരുപാട് കെയറിങ് ആയിട്ടുള്ളൊരു കിങ്ങാണ്. കിങ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് ലവ് ബട്ട് യൂസിങ് ഫോർ അവർ ഓൺ പർപ്പസ്. നിങ്ങളൊരു സ്ലേവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ പോലെയൊക്കെ കണ്ട് ട്രീറ്റ് ചെയ്യുക, പക്ഷേ സ്നേഹം ഉണ്ടാവും, കാണിക്കില്ല. അങ്ങനത്തെ ഒരവസ്ഥ, കമ്പാഷനേറ്റ് അല്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ കമ്പാഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വയ്ക്കുക, പുറത്ത് കാണിക്കില്ല. ദാറ്റ് ഈസ് സോ റൂഡ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറയണം. കിങ് ഓഫ് സോർഡ്സ് വരിക എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഫോർ എ ഗുഡ് ജോബ്, റിയലൈസേഷൻ ഓഫ് എനി കോൺട്രാക്ട്, അതിനൊക്കെ ആണെങ്കിൽ ബെറ്റർ ആണ്. ബട്ട് ലവ് മാറ്റർ, ഫാമിലി മാറ്ററിലാണെങ്കിൽ കിങ് ഓഫ് സോർഡ്സ് ഒരു റൂഡ് ഇതാണ് നമുക്ക് കാണുന്നത്. ഇത്രയും കൂടെ സ്റ്റബേൺ ആണ്, വളരെ സ്റ്റബേണും വളരെ എന്താ പറയുക പ്രെജുഡീസും, വളരെയധികം എന്താ പറയുക ഭയങ്കര നിഷ്കർഷയും, ഭയങ്കര വാദങ്ങളും പിടിവാശികളും,
മറ്റുള്ളവരുടെ സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് അവനവൻ്റെ വാശിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർ. ഓക്കെ, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് സ്നേഹം ഉണ്ടായിരുന്നിരിക്കണം. ബട്ട് ഈ വ്യക്തി ഇനി വീണ്ടും വരാനൊരു സാധ്യതയുണ്ട്. ബിക്കോസ് ചാരിയറ്റ്. ഓക്കെ, ഈ വ്യക്തി ഇമീഡിയറ്റ് ഫ്യൂച്ചറിൽ നിങ്ങളെ കാണാൻ വരാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഒരു കിങ് ഓഫ് കപ്സ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആയിട്ടായിരിക്കും വരുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിരിക്കില്ലെങ്കിൽ നിങ്ങൾ ഓർക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ബട്ട് ഇപ്പോൾ ഇതൊരു തിരിച്ചു വരാൻ വേണ്ടി സ്റ്റക്ക് ചെയ്ത് ഈ എനർജിയിൽ നിൽക്കുകയായിരുന്നെങ്കിലും തിരിച്ചു വരും എന്നൊരു തോന്നൽ മനസ്സിൽ വന്നു തുടങ്ങുമ്പോൾ ദർ ഈസ് സം ഫിയേഴ്സ് കമ്മിങ്. അതാണ് എൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ വരുന്നത്. ഓക്കെ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ, ബിക്കോസ് ദിസ് ഈസ് യൂണിവേഴ്സൽ അഡ്വൈസ്. ഓക്കെ, ക്വീൻ ഓഫ് വാണ്ട്സ് ഇതായി മാറണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ വ്യക്തി വരുമെന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷെ നിങ്ങളുടെ ഭയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായാലും നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങാനും ഒത്തിരി ബ്യൂട്ടി പാർലറിൽ പോകാനും മേക്കപ്പ് ചെയ്യാനും അല്ലെങ്കിൽ മുടി കളർ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫിസിക്കാലിറ്റിക്ക് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഡിഫറൻസ്. സോ ഇതൊരു ഫയർ എനർജിയാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സിന് ഒരു ഫയർ എനർജി എന്ന് പറഞ്ഞാൽ എത്ര ഫയർ ഉണ്ടായാലും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഫയർ കിട്ടും. അതാണ് അവസ്ഥ. ഓക്കെ, ബട്ട് ആ ഒരു ഫയർ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നും നിങ്ങൾക്ക് ആ ഒരു പാഷനേറ്റ് ആണെന്നും വി ആർ സം ഗുഡ്, ഐ ഹാവ് ടു ഷോ സംതിങ് ഗുഡ്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അങ്ങനെ അതൊരു തെറ്റല്ല, നല്ലതാണ്. അവന് വില കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റല്ല, അത് നല്ല കാര്യം തന്നെയാണ്. എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം എന്ന് ചിന്തിക്കണം, ബോൾഡായിട്ടിരിക്കണം. വളരെ ബോൾഡായിട്ട് നിങ്ങൾ ഈ ഒരു ഭയമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കിങ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, കിങ് ഓഫ് പെൻഡക്കിൾസ് അഗെയിൻ ഇത് നിങ്ങൾക്കൊരു ജോലി ഉറപ്പ് അല്ലെങ്കിൽ പണപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു അഷ്യൂറിറ്റി. അപ്പം അതൊക്കെ വരാനായിട്ട് ഒരു ഇമീഡിയറ്റ് ഫ്യൂച്ചറിൽ ഒരു സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇനി ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കിങ് ഓഫ് കപ്സ് ആയിട്ട് വന്ന ആള് പിന്നീട് അത് ഒരു സ്റ്റേബിളായിട്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കാനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോൾ എന്ത് വരും എന്നറിയാം. ആദ്യമൊക്കെ കിങ് ഓഫ് കപ്സ് ആയ ആള് പിന്നെ അവസാനം പണത്തിന് കാശിന് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ബിസിനസ് ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരും. അതല്ലാതെ ആ വ്യക്തി അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ബിസിനസ്സാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ തന്നെ വ്യക്തി എന്താ പറയുക ഫ്യൂച്ചറിൽ നിങ്ങളുടെ വാട്ട് ഇറ്റ് ഈസ് നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് സ്വയം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നിലേക്ക് പോകണം അത് വിചാരിച്ചിട്ട് കൂടുതൽ ജോലികൾക്ക് ശ്രമിക്കുക, പാർട്ട് ടൈം ജോലികൾക്ക് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ വരുന്നൊരവസ്ഥയിൽ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റഡ് ആയിട്ടുള്ളൊരു കാർഡാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് സംതിങ് സ്റ്റേബിൾ. ഓക്കെ, കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു നല്ലൊരു നർച്ചറിങ് കെയറിങ് എനർജി ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്കൊരു അഡ്വൈസ് തരാനോ അല്ലെങ്കിൽ അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ലവും പണവും മാത്രമൊന്നല്ല, നമുക്ക് ചില കാര്യങ്ങളിൽ ഇറങ്ങണമെങ്കിൽ ചില ആൾക്കാരുടെ അഡ്വൈസ് ദർ ഈസ് സംതിങ് ഗുഡ്. ഈവൻ ദോ കിങ് ഓഫ് സോർട്സ് അങ്ങനെയായിട്ട് കണക്കാക്കുമ്പോൾ ദർ ഈസ് സം ക്ലാരിറ്റി, ഒരു സത്യം നിങ്ങളുടെ മുന്നിൽ വെളിവാവുക. ഇത്രയും നാൾ നിങ്ങൾ വിചാരിച്ചിരുന്നതല്ല സത്യം, സംതിങ് ദർ ഈസ് ഡിഫറെൻറ്റ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഇമീഡിയറ്റ് ഫ്യൂച്ചർ ഞാൻ കാണുന്നത്. ലെറ്റ് മീ ലുക്ക് ഇൻ ദ യൂണിവേഴ്സ് മെസ്സേജ് എന്താണ് നോക്കാം. യൂണിവേഴ്സൽ മെസ്സേജ് for okay. Arcana who are watching this video, please. Oh,
Okay. Okay. There is nothing. Okay, fine. Alright. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കാർഡ് ഓപ്പൺനെസ്. ഓപ്പൺനെസ് ഡെഫിനറ്റ്ലി നമ്മൾ 8 ഓഫ് സോർട്സ് കണ്ടു. സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ് നമ്മൾ. ആ സ്റ്റക്ക് എനർജി അല്ലെങ്കിൽ ഫിയർഫുൾ ആയിട്ടുള്ള എനർജീനെ വിട്ട് മാറ്റിയിട്ട് മൈൻഡിൽ ഒരു ഓപ്പൺനെസ് കൊണ്ടുവരാൻ, മൈൻഡിൽ ഒരു ഓപ്പൺ, അതായത് എന്ത് നടക്കുന്നു എന്ത് ചെയ്യുന്നതും നല്ലതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു ഇന്നസെൻസ്. നിന്റെ നിഷ്കളങ്കത, നിന്റെ നിഷ്കളങ്കത നിനക്ക് വഴികാട്ടിയാവട്ടെ. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയം, നമ്മുടെ അഹങ്കാരം ഇതൊക്കെ കുറച്ചിട്ട് നമ്മുടെ ഇന്നസെൻസിന്, അതായത് കുട്ടികളാണെങ്കിൽ എന്താണ് ഇന്നസെൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇരിഞ്ഞാലക്കുടയിൽ ഇന്നസെൻ്റ് അല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അതെ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെയാണ്. അതെ, ഒരു പ്രാവശ്യം ഞങ്ങളുടെ കോളേജ് ഡേക്ക് ഇന്നസെൻ്റ് വന്നിട്ടുണ്ട്. തൊട്ടടുത്താണ് വീട്, കുറച്ചടുത്താണ്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റോപ്പിൽ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട്, ചിലപ്പോൾ ബസ് ഓടിക്കും. അപ്പോൾ ഈ ഇന്നസെൻറ്റിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഇന്നസെൻറ്റ് വന്നിട്ട് പ്രസംഗം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഇന്നസെൻറ്റിൻ്റെ കാര്യമല്ല കേട്ടോ ഇവിടെ പറയുന്നത്. ഈ ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നിഷ്കളങ്കത. കുട്ടികൾക്ക് വരാൻ പോകുന്നത് എന്താണ്, ഇന്നലെ നടന്നത് എന്താണ്, ഇപ്പം നടക്കുന്നത് എന്താണ്, ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ഒരു കാര്യം എടുക്കുക. അതുപോലെയുള്ളൊരു ഓപ്പൺനെസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാൻ മനുഷ്യർക്ക് സാധ്യതയുണ്ട് എന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുകയാണ്. ചില കാര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവാം, തിരിച്ചറിവുകൾ വരാം. ഒരു കാലത്തും തിരിച്ചറിവ് വരാത്തവരും ഉണ്ടാവും, അതൊരു വേറെ കേസ്. അത് ചിലരുടെ തലവരങ്ങളൊക്കെ പറയില്ല നമ്മുടെ, അതാണ് ഡെസ്റ്റിനി. പ്രയോറിറ്റൈസ്. എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അത് പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുത്തിട്ട് പ്രയോറിറ്റി കൊടുത്ത് മുന്നിലേക്ക് എന്തിനാദ്യം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 1, 2, 3, 4. ആദ്യം ഞാൻ ഇതിന് പ്രാധാന്യം കൊടുക്കാം, പിന്നെ ഞാൻ ഇതിന് പ്രാധാന്യം കൊടുക്കും, പിന്നെ ഞാൻ ഇതിന് പ്രാധാന്യം കൊടുക്കാം. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തികളെ നമ്മൾ ഇത് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്താലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആക്സിലറേഷൻ നടക്കുകയുള്ളൂ. അതാണ് പറയുന്നതിൻ്റെ അർത്ഥം. ദെൻ കോൺസെൻട്രേഷൻ അഗെയിൻ. ഈ ഓപ്പൺനെസ്സും ഈ പ്രയോറിറ്റിയും ഒക്കെ, പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഫിനാൻസിനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ഫിനാൻസ് അവൈലബിൾ ആണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റി ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫോക്കസിനെ, നിങ്ങളുടെ ഗോൾസ് എന്ന് ഞാൻ പറയുന്നില്ല, ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും അതിൽ എന്തുകൊണ്ട് എങ്ങനെ എനിക്ക് മാറ്റങ്ങൾ വരുത്താനും പറ്റും എന്ന് കണ്ടുപിടിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വീക്ക് നമ്മൾ എല്ലാ രാശിക്കാരുടെയും ലഗ്നക്കാരുടെ അങ്ങനെയൊക്കെ റീഡിങ് സെപ്റ്റംബർ മാസത്തിൽ നടത്തുന്നുണ്ട്. എല്ലാം കൂടെ അടുത്ത ആഴ്ച നടത്താൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് വാട്ട് എവർ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതാണ്. ഇത് ഒരു ദിവസം തന്നെയാണ് വീഡിയോ എടുത്തത്. ക്യാൻഡിൽ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് കണ്ടല്ലോ. പക്ഷെ ഞാൻ ഡ്രസ്സ് മാറിയത് മാത്രമല്ല, നിങ്ങൾക്ക് ബോറടിച്ച് ഇതാവണ്ടല്ലോ എന്ന് എഴുതി മാത്രം മാറിയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ആഗ്രഹമൊന്നുമില്ല, ബട്ട് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഡിഫറൻസ് ഈസ് ഗുഡ്. എനിവേ, നമുക്ക് അടുത്ത പൈലിലേക്ക് പോവാം. നമ്മുടെ ടാരോട്ട് ഓഫ് ഡ്രീംസ്. കണ്ടോ, ഈ കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പൈൽ സെലക്ട് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെങ്കിൽ അവരുടെയാണ് റീഡിങ്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഫോർ ടാരോട്ട് ഓഫ് ഡ്രീംസ്. കാർഡ് സെലക്റ്റഡ്, whoever selected this card. Okay, the fire there. What is the immediate future? What is the immediate future for them? What is the immediate future for them? What is the immediate future for them? This is new card, that's why sometimes you know like 1 second. Because okay, what is the immediate
future for them. So, doesn't matter. Doesn't matter. ചിലർ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഷഫ്ലിങ്ങിനൊക്കെ കാണാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എങ്ങനെ ഷഫിൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? ഓക്കെ. സോ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഓക്കെ. ഈ കാർഡ് ഞാൻ തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ തന്നെ ഇത് എടുത്തിട്ടില്ല ഇതുവരെ. ഒരു പ്രാവശ്യം മേടിച്ച സമയത്ത് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ടുണ്ടെന്നല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, യുവർ കാർഡ് ഈസ് കെയിം ഓൾറെഡി. ഓക്കെ, പ്രതീക്ഷ. പ്രതീക്ഷ, അക്വേറിയസ്. അക്വേറിയൻ എനർജിയാണ് പ്രതീക്ഷ. പ്രതീക്ഷ ഇതേ വേറെ രണ്ടെണ്ണം. ഓക്കെ, Page of Wands, Ace of Wands. Oh my goodness, this is something who selected this part. They got a lot of fresh energy, fiery energy to start something new and want stability and focusing a lot of dreams. Right, good. Wow, 9 of coins, 9 of pentacles. മണിയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഞങ്ങൾക്ക് വേറെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ഞങ്ങൾ സെക്കൻഡ് പൊസിഷനാണ്. ഇങ്ങനെയാണല്ലോ വന്നത്. ഓക്കെ, മൂൺ റിവേഴ്സ് ആണോ എന്ന് ഞാനൊന്നും കൂടി ഒരു മിനിറ്റ്. ഇത് വന്നതല്ല. 6 of Wands again. Alright. Why? Page of Cups. ഈ മൂൺ കാർഡ് റിവേഴ്സ് ആണോ വന്നത്, ഇങ്ങനെയാണോ വന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ഇടാണ്. സ്ട്രൈറ്റ് ആണ്. ഓക്കെ, ഓക്കെ. വൈ ദ മൂൺ കാർഡ്? Because a kind of a foxy, dog foxy, watery, and it's a kind of bluish moon. അതായത് ഓരോ പൈലിലും മൂൺ ഡിഫറെൻ്റ് ആണ്. പാലസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഈ മൂൺ എനർജി എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് നോക്കിയത്. അത് റിവേഴ്സ് തന്നെയാണോ സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഈ കാർഡ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും റീഡിങ്ങിൽ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. സ്റ്റാർ കാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. ഒരു സ്ത്രീ 2 ജഗ് പിടിച്ച് 2 സൈഡിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴിക്കുന്നു. കണ്ടോ? ആ വെള്ളത്തിന് വിബ്ജിയോറിൻ്റെ മഴവില്ലിൻ്റെ കളറുള്ള വെള്ളം പ്രകാശമായിട്ട് താഴേക്ക് വീഴുകയാണ്. സ്റ്റാർ. അതിൻ്റെ മുകളിൽ കണ്ടോ പ്രകാശമാനമായ നക്ഷത്രങ്ങൾ. അപ്പം വളരെ ഒന്നില്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തിരി സ്റ്റാർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും സ്റ്റാറായിട്ടൊരു കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉള്ള ഒരാൾ, എന്ത് തരത്തിലുള്ള ടാലൻ്റ് ഉള്ള അക്വേറിയസ് സൈൻ. പിന്നെ അക്വേറിയസ് എന്ന് പറഞ്ഞാൽ എയർ സൈൻ ആണ്. നിങ്ങൾക്കറിയാം കുംഭത്തിന് ഇപ്പോൾ ഓൾറെഡി വ്യാഴം അവിടെ നിൽക്കുകയാണ്. ഇനി വ്യാഴം അവിടെയാണ്. ഓൾറെഡി റെട്രോഗ്രേഷൻ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് ഗോയിങ് ടു ഫ്രണ്ട്. നവംബർ മിഡിൽ തുടങ്ങി again in Aquarius. So Aquarius is going to bright, even though സാറ്റേൺ 12 നിൽക്കുകയാണെങ്കിലും കുറച്ച് കാശലവൊക്കെ തരുമെങ്കിലും ആ കാശലവ് ഗുണത്തിനുള്ളതാണെന്നാണ് എനിക്ക് കാണിക്കുന്നത്. എൻ്റെ അർത്ഥം ബിക്കോസ് സ്റ്റാർ നിങ്ങൾ കണ്ടു. സ്റ്റാറിൻ്റെ പ്രത്യേകത ഒരുപാട് സ്വപ്നങ്ങൾ.
സ്റ്റാർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെ നിൽക്കുന്ന, നമ്മൾ രാത്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര മനോഹരമായിട്ട് ഇങ്ങനെ സ്റ്റാർ നമ്മൾ മക്കളെയൊക്കെ വിളിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കും, ഇതാണ് സ്റ്റാർ, അതാണ് മൂൺ എന്നൊക്കെ എന്ന് പറഞ്ഞു തോന്നുന്നു. നമ്മളങ്ങനെ എത്തിപ്പിടിക്കാനുള്ള സ്വപ്നങ്ങൾ, ഹോപ്പുമായിട്ട് മുന്നിലേക്ക് നിൽക്കുന്ന ഒരു ഇമീഡിയറ്റ് ഫ്യൂച്ചറാണ് നിങ്ങൾക്ക്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഇമീഡിയറ്റ് ഫ്യൂച്ചർ? Ace of Wands, something to start new with a fiery energy എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏരീസ്, അതായത് മേടം, ചിങ്ങം, ധനു, ഈ 3 രാശിക്കാരിൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു വൈബ്രേഷൻ ഇവിടെ ഉണ്ട്. വാട്ടർ സൈനും ഉണ്ട്, എയർ സൈനും ഉണ്ട്. എയർ സൈൻ മാത്രമല്ല, എർത്ത് സൈനും ഉണ്ട്, കോയിൻസും ഉണ്ട്. പക്ഷെ ഇത് എനർജിയാണ്. എനർജി എന്താണ്? ഒരു ഫയറി എനർജി. എന്ത്? ഈ ഫയറിൻ്റെ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഇത് കണ്ടോ, ഒരു ട്രയാങ്കിൾ അടിയിൽ കാണാം. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള വാൺസ് കാണാം. ആ വാൺസിൻ്റെ ബിഹൈൻഡിൽ ബാക്കിലായിട്ട് നിങ്ങൾക്കൊരു വോൾക്കാനോ കാണാം. വോൾക്കാനോ അതിനൊന്നും മലയാളത്തിൽ പറയാൻ എനിക്കറിയില്ല കേട്ടോ. വോൾക്കാനോ. പിന്നെ ഈ പ്രകാശം കണ്ടോ, ഈ ഫയർ, ഈ വോൾക്കാനോയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫയറിൽ നിന്ന് പ്രകാശം വന്ന്, ആ പ്രകാശം ഒരു വൃത്താകൃതിയിൽ വന്ന് അവിടെ ഒരു ഓന്ത് പോലെയുള്ള ഒരു മൃഗം, എന്ത് മൃഗമാണെന്ന് വെച്ചാൽ അതൊരു ഓന്താണെന്ന് സങ്കല്പിക്കാം. ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെയധികം വ്യാഖ്യാനിക്കണം. അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു വോൾക്കാനോ ഇറപ്ഷൻ പോലെയായിരുന്നു നിങ്ങളുടെ ജീവിതം. ഇപ്പം നിങ്ങൾ പൊട്ടിത്തെറിക്കണം. കുറെ കാലം നമ്മൾ കടിച്ചു പിടിച്ചു വെച്ചതൊക്കെ നമ്മളിങ്ങനെ പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ചിട്ട് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഐ വോണ്ട് ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ, വാട്ട് ഐ വോണ്ട്, അങ്ങനത്തെ ഒരു എനർജിയിലേക്കാണ് ഇപ്പം ഇത് വന്നത്. അങ്ങനത്തെ പാഷനേറ്റായിട്ട് എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണം. സംതിങ് വിച്ച് ഈസ് ഷോയിങ് മീ ദ ബെസ്റ്റ്. അതായത് എനിക്ക് എന്നെ തന്നെ സംതൃപ്തിപ്പെടുത്താൻ പോകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് വില തരുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഫയർ എനർജിയിലേക്ക് എനിക്ക് വരണം. എന്ത്? ഈ ഒരു ബാക്കിലെ ഈ ഒരു എന്താ പറയുക, ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ട് I want to do something new with a fire energy, with a lot of light. അത് നിങ്ങളുടെ കരിയർ ആവാം, നിങ്ങളുടെ ഫാമിലി ആവാം. ബട്ട് I don't feel it is family. It's feel like something, a new opportunity of career, business, something you planning to do something within that. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പേജ് ഓഫ് വാൻഡ്സ്. ഈ ഫയർ എനർജിക്ക് എനിക്ക് ഉണ്ട്. ഫയർ എനർജി എനിക്ക് ഉണ്ട്. ബട്ട് ഹിയർ പേജ് ഓഫ് വാൻഡ്സ്, ഈ ഒരു കാർഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേകതയാണ്. ഇതിൽ 4 ഓഫ് വാൻഡ്സ് ബാക്കിൽ കാണും. ഓക്കെ, 4 ഈ കമ്പുകൾ കുത്തിയേക്കണ മാതിരി നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അവിടെയാണ് ഒരു പേജ് വന്നിട്ട് നിൽക്കുന്നത്. Okay, so what that means is, I know, എനിക്കറിയാം, ഞാൻ ഈ ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, ഫയറി എനർജി എടുത്ത് മുന്നിലേക്ക് പോയാൽ എനിക്ക് പിന്നീട് നല്ലൊരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എനിക്ക് ഉണ്ടാവും എന്ന് എനിക്ക് അറിയാം. ബട്ട് ഇതിലെ പ്രോബ്ലം എന്താണ്? ഇത് രണ്ടുമാണ്. അതായത് പേജ് ഓഫ് വാൻഡ്സും പേജ് ഓഫ് കപ്സും. ഞാൻ ഇത്ര പോരാ, ഞാൻ അത്രയ്ക്ക് അതിനുള്ള റിസോഴ്സസ് എനിക്ക് ഉണ്ടാവോ എന്തോ, അതിനുള്ള ആള് ഞാൻ ഉണ്ടാവോ എന്തോ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അത് അത്രയാവോ എന്തോ, ഇത്ര മാത്രമാണെങ്കിൽ അത് ഇങ്ങനെ ചെയ്താൽ, ഈ ബിസിനസ് ഇങ്ങനെ ചെയ്താൽ അത് അങ്ങനെയാവോ എന്തോ, ഈ വ്യക്തിയോട് ഞാൻ എൻ്റെ ഈ കയ്യിലുള്ള വസ്തു വെച്ചിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ എന്താവോ എന്തോ, അങ്ങനത്തെ ഒരു എന്തോ ആണ്. പക്ഷെ അതിന് പാഷനുണ്ട്, അറിയാം ഇതൊരു സ്റ്റേബിൾ ആണെന്ന്. ബട്ട് അതിൽ ഞാൻ അത്ര പോരാ.
that's not enough. I don't have enough resources. I don't have enough love or emotion to adapt a new change. അതാണ് ആ വോൾക്കാനിക് ഇറപ്ഷൻ കഴിഞ്ഞിട്ടുള്ള പുതിയൊരു ചേഞ്ച് എടുക്കുമ്പോൾ അത് അത്ര ഈസി അല്ല. അപ്പം ഈസി അല്ലാത്ത കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കായിരുന്ന അതാവോ എന്തോ ഇത് ഇങ്ങനെ പോയാൽ ഇത് എങ്ങനെയാവോ എന്തോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് വരും. ഇപ്പൊ അങ്ങനെയാണ്. കാരണം നിങ്ങൾക്കൊരു വോൾക്കാനിക് ഇറപ്ഷൻ, നിങ്ങൾക്കൊരു പാലസ് മുന്നേ, അതായത് ഇവിടെ ഒരു മൂണിന്റെ ഒരു ഇതുണ്ട് പിക്ചർ. ഈ മൂണിന്റെ പിക്ചർ വളരെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് മൂണിന്റെ പിക്ചർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കാർഡിൽ മൂണിന്റെ പിക്ചർ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ. ഇതിലെ മൂണ്, ദിസ് ഇസ് സംതിങ് 1 2 3 4 5 6 7 വളരെ 7 ബേർഡ്സ് ഫ്ലൈ ചെയ്യണം നിങ്ങൾക്ക് കാണാം. ഫോക്സും ഒരു ഡോഗും കാണാം. ഫോക്സിന്റെ തല, ഡോഗ്, കുറുക്കനും പട്ടിയും, പിന്നെ ബേർഡ്സും. വാട്ടർഫോൾ ഉണ്ട്. ഓക്കെ, and then there is something is going on in the head behind. ഇതിന്റെ എല്ലാത്തിൻ്റെയും ബാക്കിൽ ചന്ദ്രൻ. ഓക്കെ, ഇതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കണം. ഫോർ ദിസ് സിറ്റുവേഷൻ എനിക്ക് തോന്നുന്ന ക്ലിയർ ആയിട്ടുള്ള എൻ്റെ ഇൻഡ്യൂഷൻ വെച്ച് ഞാൻ പറയാം. ദിസ് ഇസ് സംതിങ് വാട്ട് യു ആർ ഫീലിംഗ്. ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഭയം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ബിസിനസ്സിനോ ഈ ഒരു എന്തും ആവട്ടെ, റിലേഷൻഷിപ്പോ ബിസിനസ്സോ എന്ത് കാര്യത്തിനാണെങ്കിലും അതിലൊരു വാട്ടർഫോൾ ആണെന്ന് നിങ്ങൾക്കറിയാം. വാട്ടർഫോൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫലസമൃദ്ധി ഉണ്ടാവും, വ്യക്തമായിട്ട് അതിലൊരു ലാഭം ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്കറിയാം. ബട്ട് യു കനോട്ട് ടേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു, പക്ഷെ ഈ ഒരു വാട്ടർഫോളും ഈ ഒരു ലൈറ്റും കാണാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സംതിങ് എ സ്റ്റാർ അഗെയിൻ. ഇവിടെ ഒരു കണ്ടോ, ഒരു അഗെയിൻ ഈ മൂണിനൊരു പ്രത്യേകത ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല ഈ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കും. നിങ്ങൾ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ ഒപ്പം നിങ്ങൾ ഏബിൾ ആണ്. ബിക്കോസ് ഫോക്സ് എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രശാലി, വളരെ സൂത്രശാലിയും തന്ത്രശാലിയും അറ്റ് ദ സെയിം ടൈം വളരെ കണ്ണിങ് ആയിട്ട് കാണേണ്ട സമയത്ത് കാര്യങ്ങളെ കാണേണ്ട രീതിയിൽ കാണാനുള്ള കഴിവ് ഫോക്സിനുണ്ട്. ഓക്കെ, ദെൻ അഗെയിൻ ഡോഗ് എനർജി. ഡോഗ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ലോയൽ, അനുസരണ. അതായത് എന്താണോ ഞാൻ എടുക്കുന്ന തീരുമാനം ആ തീരുമാനത്തിന് വിധേയമായി പോകണം എന്നുള്ളൊരാഗ്രഹം. ബട്ട് സംതിങ് ഈസ് മിസ്റ്റീരിയസ്. മുന്നിൽ എന്താവും എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു എന്താ പറയുക, ഒരു പുകമറ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. ഇവിടെ ഒരു മിസ്റ്റീരിയസ് ഇതുണ്ട്. ബട്ട് യു നോ ദർ ഈസ് എക്സ്പാൻഷൻ ആൻഡ് പ്രോഫിറ്റ് ഈസ് കമ്മിങ്. സോ യൂസ് യുവർ ഫോക്സ് എനർജി ആൻഡ് ഡോഗ് എനർജി അറ്റ് ദ സെയിം ടൈം. അതാണ് ഒരു ബിസിനസ്സിന് വേണ്ടതും. ബിക്കോസ് ഫോക്സ് എനർജി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ കറക്റ്റായിട്ട് കാണാനും കണ്ണിങ് ആയിട്ട് കാണാനും പഠിക്കണം. അറ്റ് ദ സെയിം ടൈം ലോയൽ ടു ദ വർക്കേഴ്സ്, ലോയൽ ടു ദ ഫ്രണ്ട്സ്, ദെൻ ഓൺലി ദേ വിൽ വർക്ക് ഫോർ യു. അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ. ഇനി ഈ ഒരു എനർജിയുടെ ഒരു എൻഡ് അപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് 6 of Wands. വിക്ടറി. എനിക്ക് മനസ്സിലില്ല കേട്ടോ, സോറി. വിക്ടറിയാണ്. കണ്ട, ഐ വോൺ, ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, വിജയിച്ചു നിൽക്കുന്ന ഒരു യോദ്ധാവ് അല്ലെങ്കിൽ ഒരു കിങ്, എന്തു വേണമെങ്കിലും ഇത് നിങ്ങളെ വിളിക്കാം. കണ്ട, കൊട്ടാരത്തിന്റെ മേൽത്തട്ടില് രാജാക്കന്മാർ വിജയം ഇങ്ങനെ പ്രഘോഷിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കണം. കണ്ടാ, ആ വിജയത്തിന്റെ ചെങ്കൊടി പാറി തലയിൽ കിരീടമൊക്കെ വെച്ചിട്ട് വളരെയധികം പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു വിജയം. 6 of Wands. If you are creating on good way, അങ്ങനെയാണ്.
ഇതിൻ്റെ ഒരു എൻഡ് എന്താവും? 9 of Pentacles, 9 of Coins എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്വന്തം എബിലിറ്റീനെ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം, അതായത് കാശുപരമായിട്ടൊരു പ്രശ്നം എനിക്ക് ഇനിയും ജീവിതത്തിലില്ല എന്ന് ചിന്തിക്കാൻ മാത്രം, മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ മാത്രം ബെനഫിറ്റഡ് ആയിട്ടുള്ള ഒരു വുമൺ അല്ലെങ്കിൽ ഒരു മാൻ, വടവർ, വിത്ത് എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് മീൻസ് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ഫ്രം അതേഴ്സ്. കാശുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഭയങ്കര സ്നേഹമായിരിക്കും. Then there are a lot of pentacles around you. So money, positivity, wealth, love, everything. So it's a kind of financial freedom offering to you the immediate future. നിങ്ങൾ ഈ പേജ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നിട്ട് കിങ് ആയിട്ടിരിക്കുന്ന 6 of Wands എനർജിയിലേക്ക് വരും. അതാണ് ഇപ്പൊ കാണുന്നത്. സോ ഇതിന് നിങ്ങൾക്ക് എന്താണ് മെസ്സേജ്? ഓക്കെ, എനിക്ക് മിറാക്കിൾസ് അറിയില്ലതേ, നിങ്ങൾ നോക്കിക്കോ എന്താണ് കാണാൻ. You can read it. Achievement. So what we seen there, achievement. And number 42. Number 6, luxury. Again, 4, Rahu. 2, Chandran. Okay? Rahu Chandran. എന്നുവെച്ചാൽ ഇത് തന്നെ. രാഹുവും ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ മൂണിൻ്റെ അടിയിൽ കാണുന്ന രണ്ടെണ്ണം. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലോയൽ, രാഹു എന്ന് പറഞ്ഞാൽ ഫോക്സ്. 42, achievement. Use the brain like this will give you achievement, and there is achievement is there. If you want it, you can catch it. That's the thing. I'm sorry, രണ്ടാമത്തെ പൈല് I want to get. Welcome back. സോറി, അതൊരു ക്ലയൻ്റ് ആയിരുന്നു വിളിച്ചത്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണമല്ലോ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് അവരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യണം. അപ്പം നമ്മളിനിയിപ്പം തേർഡ് സെക്ഷൻ ഓഫ് കാർഡ്, ഗിൽഡഡ് ടാരോട്ട്, ഇത് സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ കാർഡ് ഞാൻ ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അധികം ഇതെടുത്ത് നോക്കിയിട്ട് പോലില്ല. ഓക്കെ, യൂസിങ് ഫസ്റ്റ് ടൈം ഫോർ യു ഗൈസ്. ഓക്കെ, we can see what is going on with your immediate future. Okay, there, what are the fire energies of universe? What is going to, wow, oh my god. Okay, phones. Oh my goodness, they have very good energy. Page of Cups. The Ace of Swords. Oh wow. Good energy. Right, I like it. I like it. Oh wow. I like it. The energy is, oh wow, what is this? Knight of Wands. Oh wow. Okay, one more please. Everything is Wands. It's a fiery energy. Okay, that is maybe Aries, Leo, Sagittarius, Madam, Chingam, Dhanu, very prominent. I'm sorry, Bobby, not here. Manu, don't shake it. Manu, please. Emmanuel, mommy is taking video. എൻ്റെ ഇളയ മോനാണ്, അവൻ്റെ എന്തോ എഴുതുന്നതാണ്. ഓക്കെ, ഡോണ്ട് വറി.
നമുക്ക് നോക്കാം. യെസ്, ദർ ഈസ് കിങ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് wands. Oh my goodness. So this means most of the quorum of wands is finished here. ഇപ്പം നിങ്ങളുടെ ഒരു എനർജിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വണ്ടർഫുൾ. ഇത് നിങ്ങളുടെ പ്രണയമാവാം, നിങ്ങളുടെ ജോലിയാവാം, ഇത് നിങ്ങളുടെ all over your energy is going to be miracle in coming future, immediate future, like this and this, because very action oriented, very fast, thriving energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫയറി എനർജിയാണ്. ഫസ്റ്റ് ഐ ഗോട്ട് ദ കാർഡ് ക്വീൻ ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ, വാണ്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഫയർ എനർജിയാണ്. ആക്ഷൻ ആക്ഷൻ ആക്ഷൻ. ഐ വോണ്ട് ടു ഡു ഇറ്റ് നൗ. ഐ ഡോണ്ട് ഹാവ് എനി പാഷൻ. എനിക്കിപ്പോൾ പേഷ്യൻസ് ചെയ്യാൻ സമയമില്ല, ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. സംതിങ് ഐ ഹാവ് ടു ഡു ഇറ്റ് സോ ഫാസ്റ്റ്, ലൈക്ക് ദിസ് ആൻഡ് ദിസ്, ലൈക്ക് ദാറ്റ്. അതാണ് ഇപ്പോൾ കാണുന്നത്. ക്യൂൻ ഓഫ് വാണ്ട്സ് വളരെ ഫയറി ആയിട്ട് അവനവൻ്റെ അത്യാവശ്യം ഭംഗിയൊക്കെ നോക്കുന്ന, ബ്യൂട്ടിഫുൾ ആവാൻ നോക്കുന്ന, അല്ലെങ്കിൽ ഐ എം ദാറ്റ്, ഞാൻ അങ്ങനെയാണ്, ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്ക് പറ്റാത്തതായിട്ട് എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരുതരം ജാൻസി റാണി എന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജിയാണ് അത്. ഓക്കെ, ആ ഒരു എനർജി ജാൻസിയിലെ റാണി അതാണ്. ദ നെക്സ്റ്റ് ചാരിയറ്റ്, someone is coming towards you, someone is coming towards you, something is coming towards you, which is എന്ന് പറഞ്ഞാൽ ആരോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ വരുന്നത് നിങ്ങൾ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്ന, ആകാംക്ഷയോടെ നോക്കിയിരുന്ന എന്തോ, അതൊരു വ്യക്തിയാവാം, അതല്ലെങ്കിൽ ഒരു ജോലിയാവാം, അതല്ലെങ്കിൽ നിങ്ങളെ എന്താണോ വിചാരിച്ചിരുന്നത്, ദാറ്റ് ഈസ് സംതിങ് ഈസ് കമ്മിങ് ടുവേർഡ്സ് യു ഇൻ ദ ഇമീഡിയറ്റ് ഫ്യൂച്ചർ ആസ് നൈറ്റ് ഓഫ് വാണ്ട്സ്. വെരി പാഷനേറ്റ്, ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വരുന്ന ഇതൊരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട് മിക്കവാറും. അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട്, ഇപ്പൊ ജോലിയിലാണെങ്കിൽ അതൊരു ഓഫർ ലെറ്റർ, അതല്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാനാണെങ്കിൽ അതിൻ്റെ ഒരു അഗ്രിമെന്റ്, വാട്ട് എവർ. ദിസ് ഈസ് സംതിങ് കമ്മിങ് ടുവേർഡ്സ് യു. നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് ഐ വോണ്ട് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്, നിങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. അത്രയും ഫയർ ആയിട്ടുള്ള. അപ്പൊ ക്വീൻ ഓഫ് വാണ്ട്സ് ഉണ്ട്, ചാരിയറ്റ്, മേജർ ആർക്കാന, at the same time knight of wands with the page of wands. okay, page of wands എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് വാണ്ട്സ് ഉണ്ട്, പേജ് ഓഫ് കപ്സ് ഉണ്ട്. ഇത് രണ്ടാമത്തേൽ പറഞ്ഞ മാതിരി തന്നെ, അതായത് ഇതിപ്പോ ഞാൻ ചെയ്താൽ ശരിയാവോ, ഇതിങ്ങനെ അങ്ങനെയാണെങ്കിലും എനിക്ക് ആക്ഷനൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഫയർ എനർജി ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ ഞാൻ പ്രാപ്തമാണോ, അത് അത്രയും അങ്ങനെ ചെയ്ത് അതിനുള്ള റിസോഴ്സസ് എനിക്കുണ്ടോ, അതിനൊരു കേപ്പബിലിറ്റി എനിക്കുണ്ടോ, ഐ ആം ഇനഫ് ഫോർ ദാറ്റ്. No, you're not enough for that, you are more than enough for that. That's the thing. Okay, അങ്ങനെയാണ് അതിനെ ചിന്തിക്കേണ്ടത്. Then next, two of wands. അതാണ് പ്രോബ്ലം. Two of wands ഒരു പ്രോബ്ലം ആണ് ഇവിടെ. ഓക്കെ, two of wands ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് മാറ്റണം, ബിക്കോസ് ഡയറക്ഷൻ ലോസ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. Two of wandsന് രണ്ട് ഡിറക്ഷൻ ഉണ്ട്. ഇതിൽ ഏത് വഴി കൂടെ പോകണമെന്ന് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് വാണ്ട്സ് ഒരു വൈ ജംഗ്ഷൻ പോലെയാണ് പുള്ളി നിൽക്കണം. ഒരു വൈ ജംഗ്ഷൻ. ഈ വൈ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? എൻ്റെ കുട്ടികളോട് സൗണ്ട് ഉണ്ടാക്കണ്ട, ഐം സോറി. വൈ ജംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ പ്രത്യേകത എന്താ? ഈ വഴിക്കും വേണമെങ്കിൽ പോവാം, ഈ വഴിക്കും പോവാം. രണ്ട് ഡിറക്ഷനാണ്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള റിസോഴ്സസിൻ്റെ അല്ല, ഏത് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിലൊരു ഡൗട്ടായിരിക്കാം. അങ്ങനെയും ഉണ്ടാവാം. അത് ക്ലാരിഫൈ ചെയ്ത് കറക്റ്റായിട്ട് എടുക്കണം. കിങ് ഓഫ് കപ്സ് എനർജി ഈസ് ഹിയർ. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ, Christopher, Imano, can you please keep quiet? Thank you. The King of Cups energy ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം there is someone is going to help you emotionally. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ നല്ല മെച്യൂരിറ്റി ഉള്ള, സെൻസിറ്റീവ് ആയിട്ടുള്ള ആരും ആവട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ഫാദർ തന്നെയാവാം, ഒരു ഫാദർലി ഫിഗർ ആയിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ഒരു ബോസ് ആവാം,
someone respect you. അവർ നിങ്ങൾക്ക് വളരെയധികം കെയർ തന്നു, വളരെയധികം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട്, പ്രോത്സാഹനമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്കുണ്ട്. ദെൻ അഗെയിൻ ഏസ് ഓഫ് വാണ്ട്സ്, ഇതൊരു പുതിയ തുടക്കമാണ്. ഇതൊരു മുന്നുണ്ടായതിൻ്റെ ഒരു റിഫ്രഷിംഗ് ഒന്നുമല്ല. ദിസ് ഇസ് സംതിങ് ന്യൂ, ദിസ് ഇസ് സംതിങ് ന്യൂ ആൻഡ് a new kind of what ace of swords. Ace of swords ഇതിൽ കൈൻഡ് ഓഫ് കോൺട്രാക്ട്. ഇതൊരു സോഡ് എന്നതിനേക്കാൾ ഇതൊരു പെന്നായിട്ട് കാണിച്ചു. സോഡുമായിട്ട് കാണിക്കാം, പെന്നുമായിട്ട്, രണ്ടിൻ്റെ ഷേപ്പ് ഉണ്ട് അതിന്. സോ സംതിങ് ക്ലാരിറ്റി, ട്രൂത്ത്, പുതിയതായിട്ട് തുടങ്ങണതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് കോൺട്രാക്ട് ഈസ് ദെയർ, സംതിങ് യു ഹാവ് ടു സൈൻ ഇറ്റ് ഓർ സംതിങ് യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് വിച്ച് ഈസ് ഹെൽപ്ഫുൾ ടു ദിസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്, ഒരു ട്രൂത്ത് വരുന്നുണ്ട്. സോറി, പിള്ളേർ ഇവിടെ ഭയങ്കര ഇതാണ്. ക്യാൻ യു പ്ലീസ് ക്ലോസ് ദിസ് ഡോർ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏസ് ഓഫ് വാണ്ട്സും ഏസ് ഓഫ് സോർട്സിൻ്റെയും രണ്ടിൻ്റെയും എനർജിയുടെ ഒരു മിക്സ് ഉണ്ടെന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് വളരെ 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 പാഷനേറ്റും അതിനൊപ്പം തന്നെ ലോജിക്കൽ, പ്രാക്ടിക്കൽ ട്രൂത്തും നോളജും യൂസ് ചെയ്തിട്ടുള്ള ഒരു തുടക്കം എന്ന് നമുക്ക് ഇതിനെ പറയാം. അപ്പം നിങ്ങൾക്കൊരു വണ്ടർഫുൾ ഇതാണ് അവൈറ്റിംഗ് ആയിട്ട് ഇരിക്കണേന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ, ഇത് പാൽ നമ്പർ 3. യൂണിവേഴ്സ് പ്ലീസ് ഗിവ് മീ സംതിങ് ദാറ്റ് വിച്ച് ഈസ് റൈറ്റ്. ബിലീവ് യുവർസെൽഫ്. ബിലോങ്ങിങ് മീൻസ് നിങ്ങളുടെ തന്നെ ഐ എം നോട്ട് ഇനഫ് എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ടാണ്. അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത്, റെലവൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കുണ്ട്, അതെടുത്ത് ഉപയോഗിക്കുക. ദാറ്റ്സ് ഓൾ ഗൈസ്. ഓക്കെ, വാട്ട് else for them? Guidance from the universe ഈ coming on your way. ഇങ്ങനെയായിട്ട് ഏസ് ഓഫ് സോർട്സിന്റെ രൂപത്തിലും കിങ് ഓഫ് കപ്സിന്റെ രൂപത്തിലും ഗൈഡൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് അതാത് സമയത്ത് തരും. സോ ഡു നോട്ട് വാണ്ട് ടു വറി അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പനിങ് നൗ. അപ്പോൾ വരുന്നുണ്ട്, അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് വലിയ കാര്യം. ഉപയോഗിക്കാൻ പഠിക്കേണ്ടത് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമുക്ക് പല സാഹചര്യങ്ങളും പക്ഷെ ഒന്നും യൂസ് ചെയ്യില്ല, ഞാനടക്കം. അതാണ്. ഓക്കെ, ഞാൻ വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ, ഞാനും സാധാരണക്കാരി തന്നെയാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരാം. ഒരു 6 of Swords ഞാൻ അടിയിൽ കണ്ടതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്നത്തെ റീഡിംഗ് ഒക്കെ എൻജോയ് ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മുടെ ആസ്ട്രോളജിയുടെ ഒരു ലെസൺ വെച്ചിട്ടുണ്ട്, ഒരു ടോക്ക് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഡിവിനേഷൻ ടൂൾസൊക്കെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ആൻസർ വരുന്ന വീഡിയോയിൽ ഞാൻ പറയണം എന്ന് ഞാൻ ധരിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുക. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നിങ്ങളൊരു ലൈഫിൻ്റെ ഇത് എടുക്കേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എനർജി ഇപ്പം നിൽക്കണം. ഫയർ എനർജി ആയിട്ടാണ് 2 റീഡിങ് ഞാൻ കണ്ടത്. ഏറ്റവും ഫസ്റ്റത്തെ അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരും വന്ന് തിരിച്ച് കാണുന്നവർക്കൊക്കെ എനിക്കറിയില്ല, എനിക്കൊരു മിറാക്കിൾ പോലെയാണ് എൻ്റെ ഈ മലയാളം ചാനൽ എനിക്ക് തോന്നിയിരിക്കണേ. ഞാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഞാനൊരു നിങ്ങളെപ്പോലെ സാധാരണ ഒരാളാണ്. കുറച്ച് ഇങ്ങനെയുള്ള സയൻസുകൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. മോർ ദാൻ ദാറ്റ് അതേ കൂടുതലൊന്നും എനിക്കില്ല. പക്ഷേ നമ്മൾ മെയ് മാസം ഒരു എൻഡിലായപ്പോഴാണ് നമ്മൾ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ആരും വാച്ച് ചെയ്യുന്നുണ്ടായില്ല. ബട്ട് ഐ ഡോണ്ട് നോ, ഒരു 3 weeks ബിഫോർ എനിക്കൊരു 480 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞൊരു 3 weeks, ഇപ്പോൾ 3 weeks ആയിട്ടുള്ളൂ. ഇപ്പം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 937 ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ സ്നേഹമാണ്, മനസ്സിലായോ? അല്ലാണ്ട് എനിക്ക് പ്രത്യേക കഴിവുണ്ടായിട്ട് ഞാനിങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച് വന്നൊന്നുമല്ല. ഞാനിങ്ങനെ ഇതുപോലെ നിങ്ങളെപ്പോലെ
പിന്നെ കുറച്ച് അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നും എൻ്റെ ലാസ്റ്റ് 2 വീഡിയോയിൽ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലെൻസ് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. അതിലൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം, രണ്ടല്ല തിങ്കളാഴ്ച എന്ന് തോന്നുന്നു, രാവിലെ വരെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ സോറി, ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്. രാവിലെ വരെ എനിക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് എൻ്റെ കണ്ണിൻ്റെ അകത്ത് പിന്നെ വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ പറ്റാതെ. കണ്ണിനകത്ത് ഈ നമ്മുടെ ഈ കൃഷ്ണമണിയുടെ ചുറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലെ ഉണ്ടായിരുന്നു. ആ സ്ക്രാച്ച് എൻ്റെ എനിക്ക് തോന്നുന്നു മോൻ്റെ കൈ കൊണ്ടതായിരിക്കാം, അറിയാതെ ഞാൻ, അല്ലെങ്കിൽ എന്നിട്ട് അത് ഞാൻ തിരുമ്മിയിട്ടുണ്ടാവും ഞാൻ തന്നെ അറിയാതെ. അപ്പോൾ അത് വേസ്റ്റായി. രാവിലെ വരെ കുഴപ്പമുണ്ടായില്ല, അത് ഒത്തിരിയും കൂടി വേസ്റ്റായി. അപ്പോൾ എനിക്ക് കണ്ണട വെച്ചാൽ പോലും എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു കാരണം. പിന്നെ വേറെ കുറേ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പം ഞാൻ നിങ്ങളറിയാം, പല വീഡിയോകളിലും ഞാൻ ജസ്റ്റ് മുടി ഇങ്ങനെ ഇത് വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു കെട്ട് കിട്ടും. ചില സമയത്ത് ബണ്ണ് വെച്ച് ഞാൻ ചെയ്യും, ചിലപ്പോൾ ഫ്രീ ആയിട്ടിട്ട് കേളിടും, സമയം അനുസരിച്ച് ചെയ്യും. ഓക്കെ, ഞാൻ അത്ര ബോധവടല്ല. പക്ഷെ ഞാൻ എൻ്റെ പല ഫ്രണ്ട്സും പറയുന്നത് പോലെ അറ്റ്ലീസ്റ്റ് നീ ഡ്രസ്സ് മാറി. ചിലപ്പോൾ ഞാൻ ആ വീഡിയോ ഒരു ദിവസമായിരിക്കും 3 വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ 2 വീഡിയോ എടുക്കണം. ചിലപ്പോൾ ഞാൻ അത്ര ഡ്രസ്സിങ്ങിൽ ബോധമല്ല, പക്ഷെ കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവും റിൻസി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം സത്യം പറഞ്ഞ ചെയ്യുന്ന മടിയായിട്ടല്ല. കാരണം അതിനുള്ളൊരു സിറ്റുവേഷൻ എനിക്കില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അങ്ങനെ അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യണ്ടെന്നൊക്കെ അറിഞ്ഞാലും ഇന്നലെ നല്ല കമൻസ് എനിക്ക് അതാണ് നിങ്ങളുടെ എനിക്ക് കമൻസ് വായിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ, സത്യം പറയാലോ. മോശമായാലും നല്ലതായാലും അങ്ങനെ മോശമൊന്നും ആരും എനിക്ക് കമൻറ്റ് ചെയ്യാറില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. ഞാൻ വലിയ സംഭവമായിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ബട്ട് 1 second, come on. Okay, alright. ഒന്ന് നോക്കട്ടെ നമ്മുടെ ചാനലിൻ്റെ കമൻസ്. നമ്മുടെ കയ്യിലിപ്പോൾ പരസ്യം വരുന്നുണ്ട്, അതാണ് അതിലും വലിയ അതിശയം. പക്ഷെ നമുക്കത് ഓക്കെ. സോ whatever, ഇതിനകത്ത് കമൻസിൽ സൂപ്പർ മൈൻ ഡിഫറെൻറ്റ് പ്ലേസ് എത്രയാണ്. ഓക്കെ, കേക്ക് 1000 സബ്സ്ക്രൈബേഴ്സിന് കേക്ക് ഞാൻ മുറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ലോക്ക്ഡൗൺ ആണ്. ലെറ്റ് മീ സീ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എനിക്കും ആഗ്രഹമുണ്ട്. കാരണം അതിനേക്കാൾ ഉപരി എനിക്ക് കേക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കതിൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കുറേ കാലമായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് സത്യം പറഞ്ഞ ചാനൽ തുടങ്ങിയത്. അവിടെ വലിയ ഇതൊന്നുമില്ല. മീൻസ് ദർ ഈസ് ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ, നിങ്ങൾക്കറിയാം, മലയാളം പോലെയല്ല. അപ്പം മലയാളത്തിൽ എന്നോട് ചെയ്യണം, ടാരോ കാർഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് 1-2 ടാരോ കാർഡ് റീഡേഴ്സിൻ്റെയൊക്കെ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ, പ്രണയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു അതൊക്കെ പറയുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ ഒരുപാട് ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത്, റിൻസി നീ ട്രൈ ചെയ്ത് നോക്ക്, പറ്റും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അത് ഒരു പ്രാവശ്യമില്ല, അവസാനം വഴക്ക് പറഞ്ഞു തുടങ്ങി. മീൻസ് മലയാളികൾക്ക് ഉപകാരപ്പെട്ടിട്ട് റിൻസി എന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞു തുടങ്ങി, വഴക്കും ചീത്തയായി തുടങ്ങിയപ്പോൾ ഞാൻ ഗതികേട് കൊണ്ട് ഒരു ദിവസം തീരുമാനിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഈ 3-4 സെഷൻ എല്ലാം കൂടി ഞാൻ ആ മലയാളത്തിൽ തന്നെ ഒരൊറ്റ ഇതായിട്ട് ചെയ്യാം. അപ്പോൾ ആസ്ട്രോളജിയും ടാരോ കാർഡ് റീഡിങ്ങും പബ്ലിക് ടോക്സും എല്ലാം കൂടെ ഒരൊറ്റ ചാനലായിട്ട് അങ്ങനെ ചെയ്യാം, ഇന്നത് പേരിടാം. അപ്പം ഓക്കെ, വിജയിക്കും, നന്നാവും. ഞാൻ പറഞ്ഞു പരീക്ഷ നോക്കാം. അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു അത്ര പറഞ്ഞാൽ. എല്ലാവരും അങ്ങനെ പരീക്ഷണം തന്നെയായിരിക്കും. ബട്ട് എന്നാലും നിങ്ങളുടെയൊക്കെ സ്നേഹം എന്താ പറയുക, ഭയങ്കര ഒരു ഇതാണ്. പിന്നെ നമുക്കൊരു റീഡിങ് അടുത്ത ആഴ്ച ചെയ്യാം, ഈ ആഴ്ച എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ പെൻഡുലത്തിൻ്റെ റീഡിങ്ങിൽ നിങ്ങൾക്ക് എസ്ട്രോണ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അതിൽ 1 2 3 4 5 6 നമ്പേഴ്സ് നിങ്ങൾ ചോദിക്കേണ്ട, നോക്കണ്ട.
ഏത് നമ്പറിനാണ് നിങ്ങൾ നോയും എസ്സും കിട്ടിയതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ആ ക്വസ്റ്റ്യൻസ് 6 പൈലായിട്ട് തന്നെ നമുക്ക് കാർഡ്സിൽ എസ് ഓർ നോ നെക്സ്റ്റ് വീക്ക് നോക്കണം. എന്തിനാണെന്നറിയാമോ? എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടാനും കൂടി നിങ്ങൾക്കും കൂടി. നിങ്ങൾക്കും അത് ഗുണം ചെയ്യുമെന്ന് അറിയണം, എനിക്കും ഗുണം ചെയ്യുമെന്ന് അറിയണം. അങ്ങനെ രണ്ടും. അപ്പം ഈ പെൻഡുലത്തിൻ്റെ ഇതിൽ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങളത് ഒന്നാമത്തേൽ നോയായിരിക്കും. ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നോയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ തന്നെയായിട്ട് ചോദിക്കരുത്. നിങ്ങൾക്കത് ഏത് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും പൈല ഏത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് 1ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൽ എസ്സോ നോയോ കിട്ടണ്ട. അത് നമ്പർ നോക്കണ്ട, നമ്പർ ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് നോക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ എന്നിട്ട് നിങ്ങൾ അതിൽ കമൻ്റ് എഴുതണം. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെൻഡുലത്തിൽ കണ്ട ഇതിൽ നിങ്ങൾക്ക് എസ്സോന്ന് കിട്ടിയതിൽ സെയിം തന്നെയാണോ നിങ്ങൾക്ക് ടാരോട്ടിൽ കിട്ടുന്ന യെസ് നോയോ. ഞാൻ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ എൻ്റെ തന്നെ വർക്കിനെ നിങ്ങളുടെ മുന്നിൽ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കല്ല, ഇൻസെക്യൂരിറ്റി തരുന്ന ഒരു ഇതാണ്. പക്ഷേ എനിക്കറിയണം ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തുമാത്രം ഇതുണ്ടെന്ന് എനിക്കറിയണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഡിവിനേഷൻ ടൂൾസിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കത് കണ്ടുപിടിക്കണം. സോ അതുകൊണ്ടും കൂടിയാണ്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച വരെ അത് കാത്തിരിക്കാം. അടുത്ത ആഴ്ച നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച അത് ചെയ്യും. അതുകൂടാണ്ട് നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ റീഡിങ്സ് നോക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോണേന്ന്. ഓക്കെ, എനിക്ക് വലിയ കുഴപ്പമൊന്നും അടുത്ത ഒരു മാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റെട്രോഗേഷനൊക്കെ വ്യാഴത്തിൻ്റെ റെട്രോഗേഷൻ ഫിനിഷ് ആവാണ് സെപ്റ്റംബറിൽ. ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ബട്ട് അങ്ങനെ വരാണ്. വക്രഗതി അവസാനിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇതാണ് സെപ്റ്റംബർ. നമ്പർ 9 ആണ്. നമ്പർ 5 ആണ് ഇപ്പോൾ ഇയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്പർ 9 ആകുമ്പോൾ മാർസും നമ്പർ 5 ബുധനുമാണ്. കുഴപ്പമില്ല, അത് ന്യൂട്രൽ. അങ്ങനെ വലിയ ശത്രുതാന്നൊന്നും പറയാനില്ല. ന്യൂട്രലൊക്കെ ആയിട്ട് പോവും. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം തന്നെ ഒരു ഇമീഡിയറ്റ് ഫ്യൂച്ചർ നല്ലൊരു എനർജിയാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ലവ് ലൈഫിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് നോക്കിയിട്ടില്ല. ബട്ട് ഓവറോളായിട്ട് ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്യണം. ഈ പെൻഡുലം വെച്ച് നമ്മൾ കണ്ടതും ഇത് വെച്ച് കണ്ടതും. ഓക്കെ, ഞാൻ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. കാരണം എനിക്ക് ആ ഒരു ടൂളിന് എന്തുമാത്രം എന്താ പറയുക ഒരു ആക്യുറസി ഉണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യവും ഞാനത് ചെയ്യാറുണ്ട് പലരിലും. ഇനി നിങ്ങൾ മലയാളികൾ കേൾക്കാത്ത കുറേ റീഡിങ്സ് ഉണ്ട്. കാൻഡിൽ വാക്സ് റീഡിങ്. കാൻഡിൽ വാക്സ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് ഇതൊക്കെ നമ്മുടെ ഇൻഡ്യൂഷനും നമ്മുടെ സൈക്കിക് എബിലിറ്റി വെച്ചിട്ട് നമ്മൾ അതിൽ കാണുന്ന പിക്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നതാണ്. അങ്ങനത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോപ്പയിൽ വെള്ളം വെച്ചിട്ട്, ഇത്തിരി വിസ്തൃതിയുള്ള കോപ്പയായിരിക്കും വാട്ടവർ, അത് ക്യാൻഡിൽ കത്തിച്ച്, നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഓക്കെ, ക്യാൻഡിൽ കത്തിച്ചിട്ട് അതിൻ്റെ വാക്സ് ഇങ്ങനെ അതിലേക്ക് വീഴും. ആ വീഴുന്ന വാക്സിന് ഓരോ ഷേപ്പുകളും കാര്യങ്ങളുണ്ടാവും. ഞാൻ അത്ര പ്രാക്ടീസ് അതിനകത്ത് എനിക്കില്ല. ബട്ട് ഐ എം സോ ഇംപ്രസ്ഡ് ഓഫ് ദാറ്റ് ആസ് വെൽ. ബിക്കോസ് ഞാൻ പല പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കോഫി കപ്പ് റീഡറാണ്, ടർക്കിഷുകാർ. കോഫി കപ്പ് റീഡിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല മലയാളികൾ. കോഫി കപ്പ് റീഡിങ് കൊണ്ട് റീഡിങ് ഉണ്ട്, ടീ ലീഫ് റീഡിങ്, കോഫി കപ്പ് റീഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മഷിനോട്ടം അതായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ടർക്കിഷ് കോഫി ഉണ്ട്. ആ കോഫി സ്പെഷ്യൽ അതിലേക്ക് പഞ്ചസാര ഇടില്ല, ഷുഗർ ഇടാതെ നല്ല നല്ല ഒരു ടീസ്പൂണല്ല നല്ല സ്പൂൺ കോഫി എടുത്ത് നല്ല കട്ടിയിൽ തന്നെ എടുത്തിട്ട് അത് ചെറിയ മങ്കിൽ നമ്മുടെ ഇതുപോലത്തെ കപ്പോ വലിയ കപ്പോ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഇത്രയുള്ള കപ്പൊന്നല്ല, ചെറിയ കപ്പില്ലേ ഇതിങ്ങനെ ഇത്ര ഉള്ളത്, അത്രയും കുഞ്ഞ കപ്പിൽ കോഫി എടുക്കും, നല്ല സ്ട്രോങ് ആയിട്ട് കപ്പി. എന്നിട്ട് നമ്മളത് എന്താണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ അത് വിചാരിച്ചിട്ട്, ഇപ്പം അത് പേഴ്സണൽ ആണെങ്കിൽ ആൾക്ക് കൊടുത്ത ആൾ കുടിക്കണം. അത് കുടിച്ചിട്ട് അതൊരു എൻഡ് ലെവൽ എത്തും, അതിൻ്റെ വാട്ടർ ലെവലൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിയുമ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ട് ആ സോസറിനകത്ത് ഒരു സോസർ ഉണ്ടാവും, ആ സോസറിനകത്ത് അതങ്ങനെ കമത്തി വെക്കും.
കമത്തി കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അരമണിക്കൂറൊക്കെ വയ്ക്കും ചിലപ്പോൾ. അങ്ങനെ വെച്ചതിന് ശേഷം അത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ആ കോഫിയിലെ കപ്പിൽ പല ഷേപ്സും കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ മണ്ടത്തരല്ലേ, ഭയങ്കര മണ്ടത്തരല്ലേ. ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചത്. ഞാനും ഈ ഡിവിനേഷൻ ടൂൾ പഠിക്കുന്ന സമയത്ത് പെൻഡുലം എനിക്കറിയായിരുന്നു, ബട്ട് ഈ കോഫി കപ്പും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു മണ്ടത്തരം, ഇത് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ഇങ്ങനെ വരും, മറ്റൊരു പ്രാവശ്യം. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള കോഫി കപ്പ് റീഡിങ്സിൽ ഡെഫിനറ്റ്ലി അവർ നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. അപ്പം അതൊരു, ഞാൻ പറയുന്നത് അതിനകത്ത് ഫ്യൂച്ചറും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു പെൺകുട്ടി കോഫി കപ്പയുടെ ഒരു ടർക്കിഷ് ഗേൾ ഇതുപോലെ വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ വായിക്കുന്നത് ഞാൻ അവരുടെ മിക്കവാറും വീഡിയോ, അവർ ടാറോട്ടും ടർക്കിഷും എല്ലാം ഉണ്ട്, വായിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഇത് കാണുമ്പോൾ അവർ മിക്കവാറും ഈ കോഫി കപ്പ് റീഡ് വരും, ഞാൻ നോക്കിയിരിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതുപോലെ ടർക്കിഷ്, അവരൊരു 10-65 വയസ്സായ സ്ത്രീയാണ്. നടക്കാൻ പോകുമ്പോൾ ഞാൻ കാണാറില്ല, ഇപ്പം പിന്നെ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് നടക്കാൻ പോകാറില്ല. അപ്പോൾ അവരിങ്ങനെ കോഫി കപ്പ് റീഡിങ് നടത്തിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ അവർ പറഞ്ഞ അത്രയും കൂടെ ഒരു ഇതായിട്ടില്ലെങ്കിലും ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ ആപ്റ്റായിട്ട് ചില സമയത്ത് ഇന്ന ഇത്ര താളുകൾക്കുള്ളിൽ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന ഇങ്ങനെ ഒരു അറിവ് വരും എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വളരെ പിന്നെ അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ആ സമയത്ത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് അതങ്ങനെ നമുക്കത് തോന്നുള്ളൂ. നമ്മൾ അതിനെ ക്യൂരിയസ് ആവണം. അങ്ങനെയാണ് ഞാൻ ഈ കോഫി കപ്പ് റീഡിങ്ങിലേക്ക് വഴുതി വീണതെന്ന് പറയാം. ഞാൻ ശ്രമിക്കാറുണ്ട്. നമുക്കത് ലേറ്റാണ്, വളരെ ലേറ്റായിട്ട് നോക്കാം. ഇപ്പോഴൊന്നും അത് നോക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്കും ഈ പറഞ്ഞ മാതിരി കുറേ ടെസ്റ്റുകൾ, എനിക്കിവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊന്നും അധികം വരുന്നില്ല. അങ്ങനെ കുറേ പേരൊക്കെ വന്നിരുന്നിട്ട് അവരുടെ നമ്മൾ റീഡ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ഇതായിട്ടാണ് ഞാൻ വീഡിയോയിലേക്ക് ചെയ്യുള്ളൂ. ഞാൻ തന്നെ ഒരു ഇതിലാണ്. ഓക്കെ, അങ്ങനെ പലതരം ടൂൾസ് ഉണ്ട്. ഓക്കെ, റൂൺസ്, മിറാക്കിൾസ്. അത് റൂൺസ് എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയാണ്. ഈ ഹീബ്രു ഭാഷയുടെ ആൽഫബറ്റ്സ്, അതിന് ഒരേ എലമെന്റ്സും ദൈവത്തിന്റെ പേരുകളൊക്കെ കൊടുത്ത്, സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ പേരല്ല, അത് അതായത് ഇപ്പം നമ്മൾ പറയില്ലേ പ്രോസ്പെരിറ്റിക്ക് ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഓരോ സിമ്പിൾസ് ആണ്. ആ സിമ്പിൾസിന് ഒരേ പേരിട്ട് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു ഇത് കണക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു സ്പ്രെഡ് ഇടുകയാണ്. സ്പ്രെഡ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് എനിക്കുണ്ട്. നമുക്കത് ചെയ്യാം. പക്ഷെ അത് ടൈം എടുത്ത് നമുക്ക് അങ്ങനെ ഓരോന്നും ഇങ്ങനെ പല ട്രിക്കുകൾ, പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ഷമ വേണം, അറിയാനൊരു ആഗ്രഹം വേണം. അതാണ്. നമുക്ക് അറിയാത്തതൊന്നും സത്യമല്ല എന്ന് വിചാരിക്കരുത്. നമുക്ക് അറിയാത്തതും there is something is there. അങ്ങനെ ചിന്തിച്ചാലേ നടക്കുള്ളൂ. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാലല്ല, അതാണ് ശരി. ഇപ്പം എങ്ങനെ ടാരോ കാർഡ് റീഡിങ്, ആസ്ട്രോളജി, ഡിവിനേഷൻ ടൂൾസ്, ഇതൊക്കെ ഒരു തേർഡ് വേൾഡ് ആസ്പെക്ട് ഓഫ് അങ്ങനെയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഐ എം സോറി എന്ന് പറയാനേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതാണ് വേൾഡ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും ഒരു നല്ല മാസവും നല്ല ദിവസങ്ങളും നല്ല ഫ്രണ്ടിലേക്കുള്ള പ്രത്യാശയൊക്കെ ഉണ്ടാവണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കീ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.